ഹരേ കൃഷ്ണ. സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 8, 20 വരെയുള്ള ശ്ലോകങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയത്. ഭഗവാൻ പറയുകയാണ്, ഭൗതിക ലോകത്തിൽ സർവ ഉന്നതമായ ഗ്രഹം നമ്മൾ സത്യലോകമാണ് എന്ന് മനസ്സിലാക്കി. ബ്രഹ്മലോകം, അവിടം മുതൽ ഏറ്റവും അധമമായുള്ളതുവരെ 14 ലോകങ്ങളിലും ഓരോന്നിലും ജനന മരണങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന ദുരിതപൂർണമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഹേ കുന്തിപുത്ര, എൻ്റെ പരമപദത്തിൽ എത്തിയവനാകട്ടെ പിന്നീട് ജന്മമെടുക്കേണ്ടി വരുന്നില്ല. മനുഷ്യ ഗണിതപ്രകാരം 1000 ചതുർയുഗങ്ങളാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകൽ. അത്രയും സമയം തന്നെ രാത്രിക്കും എടുക്കുന്നു. ബ്രഹ്മദിന ആരംഭത്തിൽ സർവഭൂതങ്ങളും അവ്യക്തതയിൽ നിന്ന് പ്രത്യക്ഷീഭവിക്കുകയാണ്. പിന്നീട് രാത്രിയാകുമ്പോൾ അവ അവ്യക്തതയിൽ തന്നെ വീണ്ടും ലയിക്കുകയും ചെയ്യുന്നു. വീണ്ടും ബ്രഹ്മദിന ആരംഭത്തോടെ സകല ഭൂതജാലങ്ങളും ഉളവാകുകയാണ്. ബ്രഹ്മനിശാഗമത്തിൽ അവയെല്ലാം നിസ്സഹായരായി വീണ്ടും നശിക്കുകയും ചെയ്യുന്നു. എന്നാൽ വ്യക്തവും അവ്യക്തവുമായ ഭൗതിക പ്രകൃതിക്ക് അതീതമായി സനാതനമായ മറ്റൊരു വ്യക്തഭാവമുണ്ട്. സമുത്കൃഷ്ടമായ അതിന് ഒരിക്കലും നാശമില്ല. സൃഷ്ടിയുടെ അവസാനത്തിലും എല്ലാ ജീവജാലങ്ങളും ഇല്ലാതാകുമ്പോഴും അതിനു മാത്രം യാതൊരു വ്യത്യാസവുമില്ലാതെ അതേപോലെ നിലനിൽക്കുന്നു. ഇതുവരെയാണ് ഭഗവാൻ കഴിഞ്ഞ ദിവസം അർജുനന് പറഞ്ഞു കൊടുത്തത്. ഇനി പരമമായ ആ ധാമത്തെക്കുറിച്ച്, എങ്ങനെയാണ് അവിടെ എത്തുക എന്നുള്ളതാണ് ഭഗവാൻ പറയാൻ പോകുന്നത്. 21-ാമത്തെ ശ്ലോകം, അവ്യക്തോ അക്ഷരായിതി ഉക്ത തം ആഹുപരമാം ഗതി യം പ്രാപ്യാന നിവർത്തന്തേ തദ്ധാമ പരമം മമ. അവ്യക്തോ അക്ഷര ഇതി ഉക്ത. അവ്യക്തമെന്നും അക്ഷരമെന്നും പറയപ്പെടുന്ന, ക്ഷയിക്കില്ലാത്തത് എന്നും പറയപ്പെടുന്ന, എന്നുമുള്ളത്, ഒരു കാലത്തും നശിക്കാത്തതായിട്ടുള്ള, എന്നാൽ വ്യക്തമല്ലാത്തതായിട്ടുള്ള തം ആഹുപരമാം ഗതി, അതിനെ പരമമായ ഗതി എന്നാണ് പറയുന്നത്. ഏറ്റവും എല്ലാ മനുഷ്യൻ്റെയും ഏറ്റവും ആഗ്രഹമുള്ള പരമമായിട്ടുള്ള, അതിനേക്കാൾ വലുത് യാതൊന്നുമില്ല, അങ്ങനെയുള്ള ഗതി എന്നാണ് പറയുന്നത്. യം പ്രാപ്യന നിവർത്തന്തേ, ഏതൊന്നിനെയാണോ പ്രാപിച്ചിട്ട്, നിവർത്തന്തേ ന നിവർത്തന്തേ, മടങ്ങി വരാത്തത്, ഏതെങ്കിലും ഒരു അവസ്ഥയെ പ്രാപിച്ചതിന് ശേഷം തിരിച്ച് മടങ്ങി വരാത്തത്. നമ്മൾ പാൽ എടുക്കും അല്ലേ? പാലെടുത്തിട്ട് എന്താ ചെയ്യുക? പാലിനെ ഉറയൊഴിച്ച് തൈരാക്കും. ആ തൈരിനെ കടഞ്ഞ് വെണ്ണയെടുക്കും. ആ വെണ്ണ പിന്നീട് അഗ്നിയിൽ ഹോമിച്ച് അഗ്നിയിലൂടെ അത് പ്രപഞ്ചത്തിലേക്ക്, ബ്രഹ്മത്തിലേക്ക് പോകും. അതുപോലെ തന്നെ ഓരോ ജീവനും, പാലാകുന്ന ജീവനെല്ലാം ഭക്തിയാകുന്ന തൈരായി മാറി അതിനെ കടഞ്ഞെടുത്തുകൊണ്ട് ഭഗവാന്റെ കീർത്തനങ്ങളും നാമജപങ്ങളും എല്ലാം നടത്തി വെണ്ണയായി ഭഗവാനിലേക്ക് ലയിക്കുന്ന, പരമാത്മാവിലേക്ക് ലയിച്ചു കഴിയുമ്പോൾ പിന്നെ ആ വെണ്ണയ്ക്ക് ഒരിക്കലും തിരിച്ച് പാലായി മാറാൻ സാധിക്കില്ല അല്ലേ? അതുപോലെ പരമാത്മാവായിരിക്കുന്ന ഭഗവാനിലേക്ക്, പരമ ഉന്നതമായ സ്ഥലത്ത്, ആ ധാമത്തിലേക്ക്, യം പ്രാപ്യന നിവർത്തന്തേ തദ്ധാമ പരമം മമ, ആ എൻ്റെ പരമമായ ധാമം, അവിടേക്ക് എത്തുന്ന ഒരാൾക്ക് ഒരിക്കലും തിരിച്ചു വരേണ്ടി വരില്ല എന്ന് പറയുകയാണ് ഭഗവാൻ. ഭഗവാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, എന്നെ ആരാധിച്ച് എന്നെ മനസ്സിലേറ്റിക്കൊണ്ട് പൂർണ്ണമായും എൻ്റെ ഭക്തനായി തീർന്ന ഒരാൾക്ക് ജീവിത അവസാനത്തിൽ ഭഗവാന്റെ ഓർമ്മ വരികയും ഭഗവാനിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. മറ്റു ദേവീ ദേവതമാരെ ആരാധിക്കുന്നവർ അവരുടേതായ സ്ഥലങ്ങളിൽ എത്തുന്നു എന്നും പറയുന്നു. സാകേത് ലോകം എന്ന് പറയുന്ന ശ്രീരാമചന്ദ്രൻ്റെ ലോകവും, അതിനു താഴെയുള്ള വൈകുണ്ഠ ലോകവും, അതിനു താഴെ സദാശിവലോകവും, അതുപോലെ ദേവീലോകവും എല്ലാം തൊട്ട് താഴെ കിടക്കുന്നവയാണ്. ഏറ്റവും ഉന്നതമായ സ്ഥാനം ഭഗവാന്റെ ഗോലോക വൃന്ദാവനമാണ്. ഗോലോക വൃന്ദാവനത്തെക്കുറിച്ച് ബ്രഹ്മദേവൻ പറയുന്നു, ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണകാരണം ചിന്താമണിപ്രകര സത്മസുകൽപവൃക്ഷ
ലക്ഷാവൃതേഷു സുരഭീരഭിപാലയന്തം ലക്ഷ്മീ സഹസ്രശത സംഭ്രമസേവ്യമാനം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. വേണും കൊണന്തമരവിന്ദദളായതാക്ഷം ബർഹാവതം സമസിതാംബുദസുന്ദരാംഗം കന്നർപ്പകോടി കമനീയ വിശേഷശോഭം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ആലോല ചന്ദ്രകല സദ്വന മാല്യവംശീ രത്നാംഗതം പ്രണയ കേളി കലാവിലാസം ശ്യാമം ത്രിഭംഗ ലളിതം നിയതപ്രകാശം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. അംഗാനി യസ്യ സകലേന്ദ്രിയ വൃത്തിമന്തി പശ്യന്തി പാന്തി കലയന്തി ചിരം ജഗന്തി ആനന്ദ ചിന്മയ സതുജ്ജല വിഗ്രഹസ്യ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. അദ്വൈതമച്യുതമനാദി അനന്തരൂപം ആദ്യം പുരാണ പുരുഷം നവ യൗവനം ച വേദേഷു ദുർലഭമദുർലഭമാത്മഭക്തൗ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. പന്ഥാസ്തു കോടിശതവത്സര സംഭ്രഗമ്യോ വായോരഥാപി മനസോ മുനിപുങ്കവാനാം സോപ്യസ്തി യത്പ്രവദ സിംന വിചിന്യ തത്വേ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ഏകോപ്യ സൗരചൈതം ജഗദണ്ഡകോടീം യച്ഛക്തിരസ്തി ജഗദണ്ഡചയായദന്ത അണ്ഡാന്തരസ്ഥപരമാണുചയാന്തരസ്ഥം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ശ്രീയാ കാന്ത കാന്ത പരമപുരുഷ കൽപ്പതരവോ ദ്രുമ ഭൂമി ചിന്താമണി ഗണമയീ തോയമമൃതം കഥാഗാനം നാട്യം ഗമനമഭി വംശീ പ്രിയസഖീ ചിദാനന്ദം ജ്യോതി പരമഭി തദാസ്വാദ്യമഭിജാ സ യത്ര ക്ഷീരാബ്ദി സ്രവതി സുരഭിശ്ച സുമഹാൻ നിമിഷേർദ്ധാഖ്യോ വാ വ്രജതി നഹി യാത്രാഭിസമയാ ഭജേ ശ്വേതദീപം തമഹമിഹ ഗോലോകമിതിയം വിദന്തസ്തേ സന്ത ക്ഷിതിവിരളചരാ കതിപയേ ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർഗോവിന്ദ സർവകാരണകാരണം ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. അതായത് ഭഗവാന്റെ ധാമം എന്ന് പറയുന്ന ഗോലോക വൃന്ദാവനം എല്ലാ കാരണങ്ങളുടെയും കാരണക്കാരനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ ശാശ്വതമായ സത്തയുടെയും ജ്ഞാനത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും, അതാണ് സച്ചിത് ആനന്ദം, ശാശ്വതമായ സത്തയുടെയും ജ്ഞാനത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും മൂർത്തീഭാവമായിട്ടുള്ള ഭഗവാന്റെ ധാമമാണ്. ചിന്താമണികൾ വളരെ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളവയും ശതസഹസ്രക്കണക്കിന് കൽപ്പവൃക്ഷങ്ങൾ ചുറ്റും വളർന്നു നിൽക്കുന്നവയുമായ ഭഗവത് വനങ്ങളിൽ അത്യന്തം സംഭ്രമത്തോടും പ്രേമഭക്തിയോടും കൂടി അനേക ശതസഹസ്രം ലക്ഷ്മീദേവികളാൽ സേവിക്കപ്പെട്ടുകൊണ്ടും പശുക്കളെ മേച്ചുകൊണ്ടും എല്ലാവർക്കും അഭീഷ്ടങ്ങൾ നൽകിക്കൊണ്ടും പരിലസിക്കുന്ന ആദി ഭഗവാനായാണ് അവിടെ ശ്രീഗോവിന്ദനെ കാണുന്നത്. ഓടക്കുഴൽ വിളിച്ചുകൊണ്ട് താമരപ്പൂ ഇതളുകൾ പോലെ നീണ്ടിടപ്പെട്ട കണ്ണുകളോടുകൂടി മുടിയിൽ മയിൽപ്പീലി ചൂടി നീലക്കാർവർണ്ണമുള്ള മേനിയോടുകൂടി ആയിരം കാമദേവന്മാരുടെ സവിശേഷ സൗന്ദര്യത്തോടു കൂടിയ ആ ഭഗവാനെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. ചന്ദ്രപതക്കത്താൽ അലങ്കരിച്ച പൂക്കളുടെ ഹാരം കഴുത്തിലണിഞ്ഞ് രത്നാഭരണങ്ങളാലും ഓടക്കുടനിലാലും 2 കൈകളും അലങ്കരിക്കപ്പെട്ട് രാസലീലകളിൽ ആഹ്ലാദിക്കുന്നവനായിട്ടുള്ള സുന്ദരമായ ത്രിഭംഗത്തോടെ നടക്കുന്നവനായ ശാശ്വതമായ ശ്യാമസുന്ദര രൂപത്തിലാണ് ഭഗവാനെ നമുക്കവിടെ കാണാൻ കഴിയുക. സച്ചിദാനന്ദ സ്വരൂപിയായ അത്യുജ്വലമായ കാന്തിയോടെ ഭഗവാന്റെ ശരീരത്തിലെ ഓരോ അവയവവും എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തികൾ ചെയ്യുന്നതിന് സമർത്ഥമാണോ, ആത്മീയവും ഭൗതികവുമായ എല്ലാ പ്രപഞ്ചങ്ങളെയും എപ്പോഴും കാണുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഭഗവാനെയാണ് നമുക്കവിടെ കാണാൻ കഴിയുക. ഏകനും അച്യുതനും ആദ്യനും അനേകരൂപിയും പുരാണപുരുഷനും നിത്യ യൗവനമൂർത്തിയുമായിട്ടുള്ള ഭഗവാനെയാണ് നമുക്കവിടെ കാണാൻ കഴിയുക. ഭഗവാന്റെ ഈ സച്ചിദാനന്ദ വിഗ്രഹം വേദ പണ്ഡിതർക്ക് ദുർലഭമായേ ദൃശ്യമാവുകയുള്ളൂ. സമാധിയിലിരുന്നു കൊണ്ട് സ്വയം ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ട് ശിരസ് തുളച്ച് പ്രാണായാമം ചെയ്ത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളുടെ കാൽവിരലിൻ്റെ തുമ്പിൽ സമീപിക്കുവാൻ ആഗ്രഹിക്കുന്ന യോഗികളുടെയും അല്ലെങ്കിൽ സഹസ്രദശലക്ഷക്കണക്കിനോളം വർഷങ്ങൾ
ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് എത്തിപ്പെടുന്ന ജ്ഞാനികളുടെയും ഭഗവാനായ ആദിപുരുഷനെ ബ്രഹ്മദേവൻ വന്ദിക്കുന്നതാണ്, ആരാധിക്കുന്നതായിട്ടുള്ള ശ്ലോകങ്ങളാണ്. ഭഗവാന്റെ ധാമം ഗോലോക വൃന്ദാവനം അങ്ങനെയാണ് കാണുന്നത്. അനേക ലക്ഷക്കണക്കിന് ലക്ഷ്മീ ദേവിമാർ സർവകാരണഭൂതനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ, പ്രേമശീലമായിട്ടുള്ള അവരവരുടെ ഒരേ ഒരു പ്രാണനാഥനെ സേവിക്കുന്ന സ്ഥലമാണ് ഗോലോക വൃന്ദാവനം. എവിടെയാണോ എല്ലാ വൃക്ഷങ്ങളും കൽപ്പക വൃക്ഷങ്ങളായിത്തീരുന്നത്, എന്തു ചോദിച്ചാലും നമുക്ക് കിട്ടുന്നത് എവിടെയാണോ ആ ഗോലോക വൃന്ദാവനത്തിൽ, എല്ലാ ജലവും അമൃത് ആയിരിക്കുന്നിടത്ത്, വാക്കുകളെല്ലാം ഗാനം പോലെ, നടത്തം നൃത്തമായിരിക്കുന്നിടത്ത്, എവിടെയാണോ പ്രിയമായ സഹചാരി ഓടക്കുഴലായിരിക്കുന്നത്, എവിടെയാണോ പരമമായ ആധ്യാത്മിക വസ്തുക്കൾ ആസ്വാദ്യകരവും രുചികരവുമായിരിക്കുന്നത്, എവിടെയാണോ എണ്ണമറ്റ പശുക്കൾ എല്ലായ്പ്പോഴും ആധ്യാത്മികമായിട്ടുള്ള പാൽ നൽകിക്കൊണ്ടിരിക്കുന്നത്, ആധ്യാത്മിക കാലത്തിൻ്റെ ശാശ്വതമായ ഭഗവാനുള്ളത്, എവിടെയാണോ വർത്തമാനം ഭൂതം ഭാവി ഇങ്ങനെയുള്ള ക്ഷണികമായ യാതൊന്നും തന്നെ നഷ്ടപ്പെടുത്താനില്ലാത്തവരുള്ള ആ ശ്വേതദ്വീപിനെയാണ് ഭഗവാന്റെ ഗോലോക വൃന്ദാവനം എന്ന് പറയുന്നത്. അതാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറഞ്ഞത്, അവ്യക്തോ അക്ഷരായിതി ഉക്ത തം ആഹു പരമാം ഗതി യം പ്രാപ്യന നിവർത്തന്തേ തദ്ധാമ പരമം മമ. അവ്യക്തമെന്നും അക്ഷരമെന്നും പറയപ്പെടുന്ന പരമമായ ഗതി എന്ന് അവകാശപ്പെടുന്ന ഏതൊന്നിനെയാണോ പ്രാപിച്ചിട്ട് മടങ്ങി വരാത്തത്, അത് എൻ്റെ പരമമായ ധാമമാണ് എന്ന് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ അർജുനന് പറഞ്ഞു കൊടുക്കുകയാണ്. അതിമനോഹരം, അതിസുന്ദരം അല്ലേ ഭഗവാന്റെ ധാമം. പക്ഷേ ഇവിടേക്ക് എത്തുക എങ്ങനെയാ? വളരെ എളുപ്പം. ഭഗവാൻ അതും പറഞ്ഞു തരികയാണ് ഈ ശ്ലോകത്തിലൂടെ. പുരുഷാ സപരം പാർത്ഥ ഭക്ത്യാ ലഭ്യതു അനന്യയാ യസ്യ അന്തസ്ഥാനി ഭൂതാനി യേന സർവമിദം തദം. പുരുഷാ സപരം പാർത്ഥ ഭക്ത്യാ ലഭ്യതു അനന്യയാ. എങ്ങനെയാണ് ആ കിട്ടുന്ന ആ പരമപുരുഷനെ? ഭഗവാനാണ് പരമപുരുഷൻ അല്ലേ. ഏറ്റവും ആദിപുരുഷനായിട്ടുള്ള ഗോലോക വൃന്ദാവനത്തിലിരിക്കുന്ന ഭഗവാന്റെ ധാമത്തിൽ എത്തുന്നതിന്, ആ പരമപുരുഷന്റെ അടുത്തെത്തുന്നതിന് ഭക്ത്യാ ലഭ്യതു അനന്യയ, ഏകാഗ്രമായ ഭക്തിയോടെ, അനന്യയ കിട്ടണമെന്നുള്ള തീവ്രമായ ആഗ്രഹത്തോടെ, യസ്യ അന്തസ്ഥാനി ഭൂതാനി എല്ലാ ജീവികളുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നവനും, ഏന സർവമിദം തദം ഈ ജഗത്ത് മുഴുവനും, സർവമിദം തദം ഈ ജഗത്ത് മുഴുവനും വ്യാപിച്ചിരിക്കുന്നവനുമായ ആ പരമപുരുഷന്റെ ധാമത്തിൽ എത്തുന്നതിന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ. എന്താണ്? ഭക്തി മാത്രം. ഭക്തി കൂടി ഏതൊരു രീതിയാണെങ്കിലും, കർമ്മയോഗമാണെങ്കിലും ജ്ഞാനയോഗമാണെങ്കിലും എന്തായാലും ഭക്തി കൂടി അതിൽ ചേരുമ്പോൾ മാത്രമേ ഭഗവാനിലേക്ക് എത്തുന്നതിന് സാധ്യമാവുകയുള്ളൂ എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിലൂടെ അർജുനനോട്. എവിടെ നിന്ന് തിരിച്ചുവരവില്ലയോ ആ പരമപദമാണ് പുരുഷോത്തമനായ കൃഷ്ണന്റെ ലോകമെന്ന് ഇവിടെ വ്യക്തമാക്കുകയാണ്. ആനന്ദ ചിന്മയ രസ, ആധ്യാത്മിക ആനന്ദപൂർണമായ ഈ സ്ഥാനത്തെ നമ്മൾ നേരത്തെ ബ്രഹ്മസംഹിതയിലൂടെ മനസ്സിലാക്കിയതും ഇങ്ങനെ തന്നെയാണ്. പൂർണ്ണമായ ആനന്ദം ലഭിക്കുന്നത്. നമ്മൾ കാണുന്ന ഈ ചുറ്റുപാടുകളിലും കാണുന്നതൊന്നുമല്ല ആനന്ദം. യഥാർത്ഥമായ സ്ഥിരമായ ആനന്ദം ലഭിക്കുന്നത് ഭഗവാനിൽ എത്തിച്ചേരുമ്പോഴാണ് എന്ന് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇതിന് ഇത്ര വലിയ യാതൊരു പാടുമില്ല. നമുക്ക് സ്ഥിരമായ അധ്വാനവും ഉറച്ച മനസ്സുമുണ്ടെങ്കിൽ, എങ്ങനെയാണ് ഭഗവാനിലേക്ക് എത്തണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ, എത്രമാത്രം ആഗ്രഹം ഉണ്ടായിരിക്കണം? ഒരിക്കൽ ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിനോട് ചോദിച്ചു, ഇതേ ചോദ്യം ചോദിച്ചു, ഭഗവാനിലേക്ക് എത്തണമെങ്കിൽ എത്രമാത്രം ഞാൻ ആഗ്രഹിക്കണം? ഗുരു പറഞ്ഞു, നാളെ രാവിലെ കുളിക്കാൻ പോകുമ്പോൾ ഞാനത് മനസ്സിലാക്കി തരാം. രണ്ടുപേരും മറ്റുള്ള ശിഷ്യന്മാരോടൊപ്പം കുളിക്കുന്നതിനിടയിൽ ഗുരു പറഞ്ഞു, വരൂ നമുക്ക് നോക്കാം എത്രമാത്രം ആഗ്രഹം വേണം ഒരാൾക്ക് ഭഗവാനിലേക്ക് എത്തിച്ചേരാനെന്ന്. രണ്ടുപേരും കൂടി വെള്ളത്തിലേക്ക് ഇറങ്ങി പതുക്കെ നടന്നുപോയി. കഴുത്തറ്റം വെള്ളമായപ്പോൾ ഗുരു ശിഷ്യനെ വെള്ളത്തിലേക്ക് താഴ്ത്തി അമർത്തിപ്പിടിച്ചു. കിടന്ന് പിടയുകയാണ് ശിഷ്യൻ. എന്തു വന്നിട്ടും ഗുരു വിട്ടില്ല. വളരെയധികം ശക്തിയോടുകൂടി വെള്ളത്തിനടിയിൽ ശ്വാസം കിട്ടാതെ കിടന്ന് പിടഞ്ഞ് തുള്ളുകയാണ് ശിഷ്യൻ. ശരീരം ഏകദേശം നീല നിറമാകുന്നതോടെ ശിഷ്യനെ ഗുരു പതുക്കെ വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്തു. ദീർഘമായി ശ്വസിച്ചുകൊണ്ട് കൈയും കാലും കണ്ണുമെല്ലാം മിഴിച്ച് നിൽക്കുകയാണ് ശിഷ്യൻ. ഗുരു പറഞ്ഞു, എത്രമാത്രം വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുന്ന സമയത്ത്
വായുവിനു വേണ്ടിയുള്ള ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടായോ? ശ്രമമുണ്ടായോ? എത്രമാത്രം ആഗ്രഹിച്ചു എനിക്ക് ശ്വാസം കിട്ടിയിരുന്ന എങ്കിൽ എന്നുള്ള ആഗ്രഹമുണ്ടായോ? അത്രയും നമ്മൾ ഭഗവാനെ ആഗ്രഹിക്കണം. അങ്ങനെയാണെങ്കിൽ ഭഗവാനിലേക്ക് എത്തിച്ചേരുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. ഇനി കഠിനമായ പ്രയത്നം എങ്ങനെയാണ്? നമ്മളെല്ലാവരും അറിയും മുഹമ്മദ് അലീനെ അല്ലേ? ബോക്സിംഗ് ചാമ്പ്യനായിട്ടുള്ള മുഹമ്മദ് അലി പല പ്രാവശ്യം വേൾഡ് ചാമ്പ്യൻ ആയിരുന്നു. അദ്ദേഹം ഓരോ ദിവസവും മത്സരത്തിന് പോകുന്ന സമയത്ത് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഉറക്കെ പറയും, വളരെ ഉറക്കെ പറയും, ഇന്ന് ഞാൻ തന്നെയാണ് ജയിക്കുക. എതിരാളിയെ വളരെ ശക്തമായ രീതിയിൽ ഞാൻ ഇടിച്ചു വീഴ്ത്തി ഞാൻ തന്നെ ജയിക്കും. പല പ്രാവശ്യം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വിജയിപ്പിച്ചുകൊണ്ടാണ് റിങ്ങിലേക്ക് പോവുക. എന്നാൽ മനസ്സിനോട് ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ടി വിയുടെ മുമ്പിലിരുന്ന് പോപ്കോൺ തിന്നുക അല്ല ചെയ്യുക. മനസ്സിനെ വിജയിപ്പിച്ചതിന് ശേഷം കഠിനമായ പ്രവൃത്തിയിലൂടെ, കഠിനമായ പ്രാക്ടീസിലൂടെ അതിന് ശരീരത്തെയും തയ്യാറെടുപ്പിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ശ്രീമദ് ഭഗവത്ഗീതയോ നാരായണീയമോ ഭാഗവതമോ എല്ലാം പഠിക്കാനും വായിക്കാനും ഇരിക്കുന്ന സമയത്ത് പൂർണ്ണമായും മനസ്സിനോട് പറയണം, എനിക്കിതിന് സാധിക്കും. എല്ലാ ദിവസവും പുസ്തകം എടുക്കുന്ന സമയത്ത്, നാരായണീയം വായിക്കാൻ എടുക്കുന്ന സമയത്ത് എനിക്കിതിന് സാധിക്കുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസം മനസ്സിന് കൊടുക്കണം. അതിനുശേഷം കഠിനമായ പ്രവൃത്തി വേണം. എല്ലാവരും കുറച്ച് തുടങ്ങും, പിന്നീട് പാടാണ് എന്ന് കരുതി ഇതൊക്കെ ആര് സഹിക്കണോ എന്ന് കരുതി മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല വേണ്ടത്. ഭഗവത്ധാമത്തിലേക്ക് എത്തുന്നതിന് നിരന്തരമായ കഠിനമായ പ്രവൃത്തിയും മനസ്സിനെ താൻ ജയിക്കുമെന്നുള്ള ഉറപ്പും, ഒപ്പം തന്നെ എങ്ങനെയാണോ ശിഷ്യൻ വെള്ളത്തിനടിയിൽ കിടന്നപ്പോൾ ഉണ്ടായ ശ്വാസം മുട്ടൽ അനുഭവിച്ചത്, ശ്വാസത്തിനു വേണ്ടിയുള്ള ആഗ്രഹമുണ്ടായത്, അതുപോലെ തന്നെ ഭഗവാനിൽ എത്തിപ്പെടാനുള്ള ആഗ്രഹം കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ പറഞ്ഞ ഗോലോക വൃന്ദാവനത്തിൽ എത്തുന്നതിന് ഏവർക്കും സാധിക്കുന്നതാണ്. ഇനി യോഗിയായിരിക്കുന്നവർ ദേഹം വിടുന്ന സമയത്ത് ഏതെല്ലാം സമയങ്ങളിലാണ് തൻ്റെ അടുത്തേക്ക് എത്താൻ സാധിക്കാത്തത് എന്നും പറയുകയാണ് ഭഗവാൻ. യത്ര കാലേ തു അനാവൃത്തിം ആവൃത്തിം ച ഏവ യോഗിന പ്രയാതായാന്തിദം കാലം വക്ഷ്യാമി ഭരതർഷഭ. ഞാൻ പറഞ്ഞു തരാം ഹേ അർജുന, ഭരതർഷഭ, ഒരു കാര്യം കൂടി ഞാൻ നിനക്ക് പറഞ്ഞു തരാം. എന്താണ്? യത്ര കാലേ തു അനാവൃത്തിം, ഏതു കാലത്തിലായാലും ദേഹത്യാഗം ചെയ്താൽ പുനർജന്മം ഇല്ലാതെ പറ്റുന്നു എന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ആവർത്തിം ച ഏവ യോഗിന, ഏതേതു കാലങ്ങളിലാണ് ദേഹത്യാഗം ചെയ്യുമ്പോഴാണ് പുനർജന്മം ഉണ്ടാകുന്നത് എന്നും ഞാൻ നിനക്ക് പറഞ്ഞു തരാം. പ്രയാന്തായാന്തിദം കാലം, ശരീരം ഉപേക്ഷിക്കുന്ന ഈ കാലത്തെക്കുറിച്ചാണ് ഇനി ഞാൻ നിനക്ക് പറയാൻ പോകുന്നത്. ഒരു യോഗി ദേഹം കൈവിടുന്ന സമയം അറിഞ്ഞാൽ അയാൾ മരണാനന്തരം എവിടെയാണ് എത്തിച്ചേരുന്നത് എന്ന് ഗ്രഹിക്കാൻ കഴിയാമെന്നാണ് ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്നത്. ഭഗവാന് സമ്പൂർണ്ണ സമർപ്പണം ചെയ്ത ശുദ്ധഭക്തർ തങ്ങളുടെ മരണം എപ്പോൾ എങ്ങനെയായിരിക്കുമെന്നതിനെക്കുറിച്ച് ആലോചിക്കാറേയില്ല. അവരെല്ലാം തന്നെ ഭഗവാനെ ഏൽപ്പിച്ച് സന്തുഷ്ടരായി നിഷ്പ്രയാസം ഭഗവത് സന്നിധിയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. എന്നാൽ ചിലർക്ക് ഭൗതികദേഹം ഉപേക്ഷിക്കാനുള്ള സമയവും പരിതസ്ഥിതിയും സ്വയം തിരഞ്ഞെടുക്കാൻ കഴിയും. അതിന് ഉദാഹരണമാണ് ഭീഷ്മാചാര്യർ. അർജുനൻ ശിഖണ്ഡിയെ മുൻനിർത്തി ഭീഷ്മാചാര്യരോട് നേരിടുന്നു രൂക്ഷമായ പോരാട്ടം. ശിഖണ്ഡി നിമിഷം തോറും കൂർത്തുമൂർത്ത ബാണങ്ങൾ കൊണ്ട് ഭീഷ്മർക്കു നേരെ അയക്കുകയും ചെയ്യുന്നു. എന്നാൽ അർജുനന്റെ കരുത്തുറ്റ ബാണങ്ങളാണ് ഭീഷ്മാചാര്യരെ അതിശക്തമായി മുറിവേൽപ്പിച്ചുകൊണ്ടിരുന്നത്. ഭീഷ്മാചാര്യരെ നിഗ്രഹിക്കുന്നതിന് ഇതിനേക്കാൾ പറ്റിയ സന്ദർഭമില്ല എന്ന് മനസ്സിലാക്കുന്ന ശിഖണ്ഡിയും അർജുനനും വളരെ ബുദ്ധിപൂർവം ഉഗ്രങ്ങളായ ബാണങ്ങൾ അയക്കുകയും ഭീഷ്മാചാര്യരുടെ ശരീരം മുഴുവനും മുറിയുകയുമാണ്. പോർച്ചട്ട ആകെ പൊളിഞ്ഞു. ശരജാലം, അർജുനന്റെ അതിമാന്ത്രികമായ ശരജാലം ദേഹമാസകലം കുത്തിത്തറച്ച് നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കാലുകൾ തേരിൽ ഉറയ്ക്കാതെയായി. രഥത്തിൻ്റെ കൊടിമരക്കാലിൽ പിടിക്കാനായി കൈകൾ ഉയർത്തി. എന്നാൽ പിടികിട്ടിയില്ല. അദ്ദേഹം തളർന്ന് തേരിൽ നിന്ന് രണഭൂമിയിലേക്ക് പതിക്കുകയാണ്. അർജുനൻ ഭീഷ്മാചാര്യരുടെ ശരീരം നിലത്ത് തട്ടാൻ അനുവദിച്ചില്ല. അസ്ത്രങ്ങൾ കൊണ്ട് അതിന് ശയ്യ ഒരുക്കി കൊടുക്കുകയാണ് അർജുനൻ. അർജുനന്റെ ശരങ്ങൾ ഒരു ശയ്യ പോലെ വിരിച്ചുകൊണ്ട് ഭീഷ്മാചാര്യർ ആ ശയ്യയിൽ, ശരശയ്യയിൽ കിഴക്കോട്ട് തലവെച്ച് വീണ് കിടക്കുന്നു.
സൂര്യൻ തെക്കോട്ട് സഞ്ചരിക്കുന്ന ദക്ഷിണായന കാലമായിരുന്നു അത്. മഹാത്മാവായ ഒരാൾക്ക് ശരീരത്യാഗത്തിന് പറ്റിയ കാലം അല്ല ദക്ഷിണായന കാലം. എവിടെ നിന്നോ കുറെ അരയന്നങ്ങൾ പറന്നു വന്ന് ഭീഷ്മാചാര്യരെ വട്ടമിട്ടു പറന്നു. അവറ്റകൾ എന്തൊക്കെയോ ശബ്ദിക്കുന്നുണ്ടായിരുന്നു. തൻ്റെ മാതാവായ ഗംഗാദേവി ഋഷികളെ അയച്ച് ദക്ഷിണായന കാലത്തെപ്പറ്റി തന്നെ ഓർമ്മിപ്പിക്കുകയാണ് എന്ന് ഭീഷ്മാചാര്യർക്ക് മനസ്സിലായി. ഭീഷ്മാചാര്യർ പറഞ്ഞു, എൻ്റെ അച്ഛൻ നൽകിയ വരം കൊണ്ട് ഞാൻ സ്വച്ഛന്ത മൃത്യുവാണ്. സൂര്യൻ വടക്കോട്ട് സഞ്ചരിക്കുന്ന ഉത്തരായന കാലം വരെ ഞാൻ പ്രാണൻ വെടിയുകയില്ല. അതുവരെ ഞാൻ ഇവിടെ തന്നെ കിടക്കും. ഇതാണ് ഉത്തരായന കാലത്തിൻ്റെ പ്രത്യേകത. ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ അതിനെക്കുറിച്ചാണ് പറയുന്നത്. അഗ്നിജ്യോതി അഹാശുക്ല ഷൺമാസ ഉത്തരായണം തത്ര പ്രയാതാഗച്ഛന്തി ബ്രഹ്മവിദോ ജനാ. അഗ്നിജ്യോതി അഹാശുക്ല ഷൺമാസ ഉത്തരായനം. അഗ്നിയുടെയോ ജ്യോതിസിൻ്റെയോ സാന്നിധ്യത്തിലോ അഹസ്, അഗ്നി ജ്യോതി അഹസ്, അഹസ് പകലോ ശുക്ല സമയത്തോ ശുക്ലപക്ഷ സമയത്തോ, ശുക്ലപക്ഷം വെളുത്ത പക്ഷം, വെളുത്ത പക്ഷ സമയത്തോ, ഷൺമാസ 6 മാസം ഉത്തരായന കാലത്തോ, ഷൺമാസ ഉത്തരായണം 6 മാസം ഉത്തരായണം 6 മാസം ദക്ഷിണായനമാണല്ലേ. തത്ര പ്രയാതാഗച്ഛന്തി, ഈ കാലത്ത് ദേഹം ത്യജിക്കുന്നവർ ബ്രഹ്മവിദോ ജന, ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള ഇവർ ബ്രഹ്മത്തെ പ്രാപിക്കുമെന്ന് ഭഗവാൻ പറയുകയാണ്. അഗ്നിജ്യോതി, ശരീരത്തിൽ അഗ്നിയുടെ ചൂടുള്ളപ്പോഴാണ്, അല്ലെങ്കിൽ ശുക്ലപക്ഷത്തിൽ അല്ലെങ്കിൽ പകൽ സമയം സൂര്യൻ വടക്കോട്ട് ചരിക്കുന്ന ഉത്തരായന കാലത്തിൽ, ഇപ്രകാരമുള്ള കാലങ്ങളെല്ലാം ദേഹം ത്യജിക്കുന്നതിന് ഉത്തമമാണ്. അങ്ങനെ ബ്രഹ്മജ്ഞാനികൾക്ക് ഈ സമയം തിരഞ്ഞെടുത്ത് ബ്രഹ്മത്തിൽ ലയിക്കുവാൻ സാധിക്കുമെന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ. ഉത്തരായനം എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ പകലും ദക്ഷിണായനം രാത്രിയുമാണല്ലേ. എന്താ ഈ ഉത്തരായനം? സൂര്യൻ 23.5 ഡിഗ്രി നോർത്തിലേക്ക് നീങ്ങി നിന്ന് ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നതാണ് ഉത്തരായനം. 23.5 ഡിഗ്രി തെക്കോട്ട് ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നതാണ് ദക്ഷിണായനം. ഏതാണ്ട് ജൂൺ 21 കൂടിയിട്ടാണ് ഭൂമധ്യരേഖയ്ക്ക് 23.5 ഡിഗ്രി വടക്ക് മാറി സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത്. ഈ സമയത്താണ് ഉത്തരായനമെന്ന് സാധാരണ പറയുന്നത്. ഡിസംബർ 22 കൂടി ദക്ഷിണായനത്തിലേക്കും സൂര്യൻ വരുന്നു. ഉത്തരായനത്തിൽ ഭൂമിയുടെ ഉത്തര അർദ്ധഗോളത്തിൽ 2 ഗോളങ്ങളാണ്, ദക്ഷിണാർദ്ധഗോളവും ഉത്തരാർദ്ധഗോളവും. ഇതിൽ ഉത്തരാർദ്ധത്തിൽ ഭൂമിയുടെ അർദ്ധഗോളത്തിൽ, ഉത്തരാർദ്ധഗോളത്തിൽ പകൽ സമയം കൂടിയും രാത്രി സമയം കുറവുമായിരിക്കും. അതേസമയം ദക്ഷിണാർദ്ധഗോളത്തിൽ പകൽ സമയം കുറഞ്ഞും രാത്രി സമയം കൂടിയുമിരിക്കും. പിതൃക്കൾക്കായാലും ദേവന്മാർക്കായാലും ഈ ഉത്തരായന കാലം പകലും ദക്ഷിണായന കാലം രാത്രിയുമാണ്. അതായത് 6 മാസം പകലും 6 മാസം രാത്രിയും. ഇതിൻ്റെ ത്രിസന്ധ്യാസമയം എന്ന് പറയുന്നതാണ്, രാത്രിയുമല്ല പകലുമല്ലാത്ത സമയം എന്ന് പറയുന്നതാണ് കർക്കിടക മാസത്തിലെ കറുത്തവാവ് എന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് ആ ദിവസത്തിൽ ആഹാരം നമ്മൾ പിതൃക്കൾക്ക് കൊടുക്കുന്നത്. അടുത്ത ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത് ഏതു സമയമാണ് നല്ലതല്ലാത്തത് എന്നതാണ്. ധൂമോ രാത്രി തഥാ കൃഷ്ണ ഷൺമാസാ ദക്ഷിണായനം തത്ര ചാന്ദ്രം അസംജ്യോതിർ യോഗി പ്രാപ്യ നിവർത്തതേ. ധൂമോ രാത്രി തഥാ കൃഷ്ണ, ധൂമമുള്ള സമയത്ത്. എപ്പോഴാണ് ധൂമമുണ്ടാകുക? നമ്മുടെ ശരീരത്തിലെ ജഠരാഗ്നി അതിൻ്റെ ശക്തി കുറഞ്ഞ്, അഗ്നിയുടെ ശക്തി കുറഞ്ഞ് പുകയുന്ന പോലെയാകുമ്പോൾ, കഫം മൂടിക്കെട്ടി ശ്വാസം വലിക്കാൻ പറ്റാതെ, സാധാരണ ഒരു ഭഗവത് ഭക്തൻ ഇങ്ങനെ ഒന്നും വരാറില്ല. ഭഗവത് ഭക്തൻ മരണത്തിൻ്റെ സമയമാകുമ്പോൾ ഭഗവാനെ ഓർത്ത് ശരീരത്തിൻ്റെ ചൂടുകൊണ്ട് തന്നെ ആ ശരീരം, ആത്മാവ് പുറത്തേക്ക് പോയി ഭഗവാനിലേക്ക് എത്തുകയാണ് ചെയ്യുക. എന്നാൽ ഭഗവത് ഭക്തരല്ലാതെ ഇരിക്കുന്നവർക്ക് തൻ്റെ ശരീരത്തിലുണ്ടാകുന്ന തണുപ്പ്, ജഠരാഗ്നി തണുത്ത് പുക പോലെയായി വരുന്ന സമയത്തും, അതുപോലെ രാത്രിയും, രാത്രി മരണമുണ്ടാകുമ്പോഴും കൃഷ്ണ ഷൺമാസ, ഭഗവാൻ കൃഷ്ണ, അതായത് കറുത്ത 6 മാസത്തിൽ, ദക്ഷിണ മാസത്തിൽ ദക്ഷിണായനം, കറുത്ത പക്ഷത്തിലെ ദക്ഷിണായനത്തിലും, തത്ര ചന്ദ്രാമസം ജ്യോതിർ, അങ്ങനെയുള്ള സമയത്ത്
ദേഹത്യാഗം ചെയ്യുന്നവർ ചന്ദ്രനിൽ എത്തിച്ചേരുന്നു എന്നാണ് പറയുന്നത്. തത്ര ചാന്ദ്രം അസംജ്യോതിർ യോഗി പ്രാപ്യ നിവർത്തതേ. അങ്ങനെയുള്ള യോഗികൾ എന്ത് ചെയ്യും? പ്രാപ്യ നിവർത്തതേ, വീണ്ടും ജനിക്കുന്നു. ഒരുവൻ ദേഹം വെടിയുന്ന സമയത്ത് വായുവും കഫവും അധികരിക്കുമ്പോഴാണ് മനസ്സ് അന്ധകാരത്തിൽ മൂടിക്കഴിയുമ്പോൾ, ഓർമ്മശക്തി നശിച്ചു കഴിയുമ്പോൾ ജഠരാഗ്നി ജ്വാലയില്ലാതെ പുകയായി മാറും. ആ സമയത്തുണ്ടാകുന്ന മരണം അയാളെ ചന്ദ്രമണ്ഡലത്തിലേക്കാണ് എത്തിക്കുക. വീണ്ടും അയാൾ ഒരു പുനർജന്മത്തിന് തയ്യാറെടുക്കേണ്ടി വരുന്നു. വീണ്ടും അയാൾക്ക് ഭൂമിയിലേക്ക് തന്നെ മടങ്ങി വരേണ്ടി വരുമെന്ന് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ അർജുനനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതൊക്കെ ഭഗവാൻ പറയാൻ കാരണം അർജുനൻ നേരത്തെ ചോദിച്ചതുകൊണ്ടാണല്ലേ. അർജുനൻ നേരത്തെ ചോദിച്ചു, അധിയജ്ഞ കഥം കോ അതദേഹേ അസ്മിൻ മധുസൂദന പ്രയാണകാലേ ച കഥം ജ്ഞേയോ അസി നിയതാത്മഭി. മധുസൂദന, ആരാണ് യജ്ഞദേവത? ഈ ശരീരത്തിൽ അദ്ദേഹം എങ്ങനെ കുടികൊള്ളുന്നു? ഭക്തിയുത സേവന നിരതരായവർക്ക് മരണവേളയിൽ അങ്ങയെ എങ്ങനെ അറിയാൻ കഴിയും? ഇതിനെല്ലാമുള്ള ഉത്തരമാണ് ഭഗവാൻ ഈ കുറച്ചു ശ്ലോകങ്ങളിലൂടെ അർജുനന് പറഞ്ഞു കൊടുത്തത്. ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിന ആശംസകൾ. ഹരേ കൃഷ്ണ.